നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിക്കുന്നില്ല. ഭീഷണിയിലും പ്രതികാരത്തിലും ലോകം കുടുങ്ങിക്കിടക്കുകയാണ്. ഇറാനെ സർവനാശം വരെ കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഡൊണാൾഡ് ട്രംപ്. അതിന് മറുപടിയായി ഗൾഫ് മേഖലയിൽ ആക്രമണം കടുപ്പിക്കുന്ന ഇറാൻ. പേർഷ്യൻ ഗൾഫ് തീപ്പൊരി പോലെ മാറുമ്പോൾ എണ്ണപ്പാതകളും സൈനിക താവളങ്ങളും ആഗോള സമാധാനവും എല്ലാം അപകടത്തിൽ. ശിലായുഗത്തിലേക്ക് മടക്കി അയക്കും, സർവനാശം വരുത്തും. ഇവ വെറും വാക്കുകളല്ല, ഒരു രാഷ്ട്രത്തോടുള്ള തുറന്ന ഭീഷണി. വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കും, ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇത് വെറും സൈനിക മുന്നറിയിപ്പല്ല, സിവിലിയൻ ജീവിതത്തെ നേരിട്ട് ലക്ഷ്യമിടുന്ന ഭീഷണിയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഉദ്ദേശപൂർവ്വം ലക്ഷ്യമിടുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാം. യുദ്ധ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്ന, തകർക്കുന്ന ശക്തിയാവുകയാണോ ട്രംപ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഇറാനിലെ പാലം തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ട്രംപ് അടുത്ത ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പാലങ്ങൾ മാത്രമല്ല, വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകുന്നത്. അതേസമയം ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഗൾഫ് മേഖലയിലേക്കാണ് ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നത്. അബുദാബിയിൽ ഏറ്റവും ഒടുവിൽ ആക്രമണമുണ്ടായി. നേരത്തെ കുവൈറ്റിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. എങ്ങോട്ടാണ് ഈ യുദ്ധത്തിന്റെ പോക്ക്? എന്തായാലും ഡൊണാൾഡ് ട്രംപ് മുഴക്കിയ ഭീഷണികൾക്കിടയിലും ഇറാൻ തങ്ങൾ തകർന്നിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ സൈനിക ശേഷി തകർന്നിട്ടില്ല എന്നാണ്. പക്ഷേ അതേസമയം 90% ശേഷിയും നഷ്ടമായി എന്നായിരുന്നു പെന്റഗണിന്റെ വാദം. അത് തള്ളിക്കൊണ്ടുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യുദ്ധക്കുറ്റമായി പോലും കണക്കാക്കാവുന്ന കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണിയുടെ രൂപത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാലങ്ങളും വൈദ്യുത നിലയങ്ങളും തകർക്കും എന്നുള്ളതാണ്. സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ UAE-യിൽ നിന്ന്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എന്താണ് ഗൾഫിലെ ഇപ്പോഴത്തെ സ്ഥിതി? രണ്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുവൈത്തിലെ ഇറാന്റെ ആക്രമണമാണ്, എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ. ഏറ്റവും ഒടുവിൽ അബുദാബിയിൽ ഒരാക്രമണം ഉണ്ടായിരിക്കുന്നു ഉള്ള റിപ്പോർട്ടുണ്ട്. അതിൽ ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമുണ്ടല്ലോ. എന്താണ് അപ്ഡേറ്റ് നൽകാൻ കഴിയുന്നത് UAE-യിൽ നിന്ന്? അപ്പോൾ UAE-ലെ ഈ പിന്നെ ദുബൈക്ക് ഉണ്ടായി എന്നുള്ള ഒരു വാർത്തയുണ്ട്. പക്ഷേ അത് ദുബൈ നിഷേധിച്ചിട്ടുണ്ട്. ദുബൈയിലെ ഒരു ഡിജിറ്റൽ കേന്ദ്രത്തിൽ, അത് ഒറക്കിളിന്റെ. അബുദാബിയിലതിനകത്ത് സാരമായ പെരുക്കുകളൊന്നും പറ്റിയിട്ടില്ല. ആ അപകടം പിന്നെ അത് മിസൈൽ വീണിട്ടുള്ള സംഭവങ്ങൾ അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെയുള്ള കാഷ്വാലിറ്റീസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പം കുവൈറ്റിലാണെങ്കിൽ ഒരു സ്റ്റീൽ പ്ലാന്റ്, അവിടെയുള്ള ഒരു റിഫൈനറി ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഒരു പവർ പ്ലാന്റിനെയൊക്കെ ആക്രമിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റവും നിർണായകവും ഏറ്റവും അപകടകരമായ ഒരു ഫേസിലേക്കാണ് ഈ യുദ്ധം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഇറാനിൽ നടന്ന, അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടത്തിയ അവിടുത്തെ ഏറ്റവും വലിയ ടോളസ്റ്റ് ഒരു പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു, B1. അത് തകർത്തതോടുകൂടി ഈ സിവിലിയൻ ടാർഗറ്റ്സിന് മേലുള്ള ഇറാന് ആക്രമിക്കാനുള്ള ഇറാന്റെ ആ റിസോൾവ് വളരെയേറെ കൂടിയിട്ടുണ്ട്. അവർ വളരെ അക്രമാസക്തമായ ഒരു മെന്റാലിറ്റി നിൽക്കുകയാണ്. അതിനൊട്ടും വീഴ്ചയില്ലാത്ത രീതിയിലാണ് US-ന്റെ ഇപ്പോഴത്തെ കടുത്ത നിലപാട്. US-നെ സംബന്ധിച്ചോളം വേറെ ഒരു മാർഗവുമില്ല. ഇതിൽ നിന്നൊരു എൻഡ് ഗെയിം എന്താണെന്ന് അവർക്ക് തന്നെ തിട്ടമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചോളം ഇവിടെ വളരെ നിർണായകമായ ഒരു ഫേസാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, ഇത് ഒരു പെട്ടെന്ന് ഒരു എക്സിറ്റ്, അതായത് ഓഫ് റാമ്പ് സീസ്ഫയർ സൊല്യൂഷൻ ഉണ്ടാകുക. അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു ഏറ്റവും കൂടുതൽ എസ്കലേറ്റ് ചെയ്യുക, കൂടുതൽ കൂട്ടിയിട്ട് ഡീഎസ്കലേറ്റ് ചെയ്ത് ഇറാനെ സറണ്ടർ ചെയ്യിക്കുക. അല്ല, മറ്റു ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന്. വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ട് മാറുകയാണല്ലോ. B1 പാലം തകർത്തതിന് പിന്നാലെ, ഇറാനിലെ B1 പാലം അമേരിക്ക തകർത്തതിന് പിന്നാലെ ഗൾഫിലെ 3 ടാർഗറ്റുകൾ, ഗൾഫിലെ UAE-യിൽ തന്നെ 3 ബ്രിഡ്ജസിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അബുദാബിയിലാണ് അത് 3. അതുപോലെ തന്നെ കുവൈറ്റിലെ ഒരു പാലത്തെ ബ്രിഡ്ജും
പിന്നെ ബാക്കിയുള്ളതൊക്കെ സൗദി അതായത് അറേബ്യയിലുണ്ട്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന രീതിയിലാണല്ലേ അവരുടെ ഹിറ്റ് ലിസ്റ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷെ അതൊന്നും അത്ര കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റ് അവരോട് നേരത്തെ അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിങ്ങനെ ഞങ്ങൾ ഇന്ന പാലത്തെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നില്ല. പക്ഷെ അത് വാർത്തയിൽ അതുണ്ട്. 8 ടാർഗറ്റ്സ് ഉണ്ട് ഈ മിഡിൽ ഈസ്റ്റ് റീജിയനിലായിട്ട്, ജോർദാനിലും ഗൾഫിലുമായിട്ട്. അപ്പം അത് പിന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ അവിടെയൊന്നും അറ്റാക്ക് വന്നിട്ടില്ല. അത് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം ഇത് യുദ്ധം ഇപ്പം നിയന്ത്രണത്തിന് അതീതമായിട്ട് വളരെയേറെ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു പിന്നെ US-ന്റെ ഇപ്പോഴത്തോളം തന്നെ 57,000-ഓളം ട്രൂപ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കരമാർഗവും പിന്നെ സീ മാർഗവും ഉള്ള ഒരു MBBS അസോൾട്ട് ചെയ്യാനായിട്ടുള്ള ഇറാനിൻ്റെ ഹോർമുസിലെയുള്ള തന്ത്രപ്രധാനമായ ദ്വീപ് കാർഗ്, അതേപോലെ തന്നെയുള്ള കിഷ് ഐലൻഡ്, അതേപോലെ ഇറാൻ്റെ അധീനതയിലുള്ള വേറെ 2-3 ഐലൻഡുകളുണ്ട്. ഇവിടെ എല്ലാം കയറി അത് പിടിച്ചടക്കാനാണ് US-ന്റെ ഉദ്യമമെന്ന് ഇറാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇറാൻ വളരെ ഫോർട്ടിഫൈഡ് ആയിട്ട്, വളരെ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് റവല്യൂഷണറി ഗാർഡ്സിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ കൂടി മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, വി ആർ റെഡി ടു വെൽക്കം യു എന്നുള്ള മട്ടിലാണ് ഉള്ള സംഭാഷണമാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും അയവില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ യുദ്ധം ഈ വളരെ നിർണായകവും അപകടകരമായിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പം യുദ്ധം US-നെ സംബന്ധിച്ചോളം ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചാണ് ഈ വർഷം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഈ യുദ്ധം എത്രയും നീട്ടിക്കൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ ഇറാനെ അതേപോലെ നിശേഷം അനിഹിലേറ്റ് ചെയ്യുന്ന ഒരു പൂർണ്ണ വിജയം നേടണം, ആ ഒബ്ജക്റ്റീവ് വേണം. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചോളം അതാണ്. ഇത് ഇൻകൺക്ലൂസീവായിട്ട് നിർത്താൻ പാടില്ല. ഇതിന് അവസാനം ഒരു എൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇറാനെ മുട്ടുകുത്തിക്കുക, അതിന്റെ റെജീം ചേഞ്ച് കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നുമില്ല. ശരി ശരി ശ്രീ ഐസക് ജോൺ, ഇപ്പോൾ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർന്നു വീഴുന്നു, B1 പാലം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയില്ല, ഇനിയും കൂടുതൽ വരാൻ ഇരിക്കുകയാണ്, വൈകും മുമ്പ് കരാറുണ്ടാക്കാനുള്ള ഇറാന്റെ സമയമാണിത്, ഇറാനിൽ അവശേഷിക്കുന്നവ തകർക്കാൻ US ഇതുവരെ തുടങ്ങിയിട്ടില്ല, പാലങ്ങളാണ് ഇനി ലക്ഷ്യം, പിന്നീട് വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കും. ഇതാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ് ട്രംപിൻ്റെ പോക്ക്? അതിനിടയ്ക്ക് ഒരു കരസേനാ മേധാവിയെ അല്ലേ പുറത്താക്കി എന്നുള്ള റിപ്പോർട്ടും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. മഞ്ജുഷ, തീർച്ചയായിട്ടും എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്നൊരു സ്ട്രാറ്റജിയിലാണ് US-ന്റെ പാത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് യുദ്ധം ഇന്ന് 5 ആഴ്ച കഴിയുമ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് പെട്ടെന്ന് നമ്മൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ 4600-ലധികം ആൾക്കാർ മരിക്കുകയും മില്യൺസ് ഓഫ് ആൾക്കാർ ഇതാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധത്തെ നമ്മൾ മറ്റ് യുദ്ധങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗാസയിലും അല്ലെങ്കിൽ ഹമാസ് പാലസ്തീനും വേഴ്സസ് ഇസ്രായേലുമായിട്ട് കമ്പയറുമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുക്രൈനും റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ സോ ഫാർ കാഷ്വാലിറ്റീസ് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഉണ്ടായ കാഷ്വാലിറ്റിയെ അതിനെ ലഘൂകരിച്ച് പറയുകയല്ല. ഓരോ മരണവും അത് നമുക്ക് അത് എന്താ പറഞ്ഞത് അപലപനീയമാണ്, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒപ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ സോ ഫാർ എന്ന്, അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലി രണ്ട് രാജ്യങ്ങളും, അതായത് രണ്ട് ഭാഗങ്ങളും, ഇപ്പം അമേരിക്ക ഇസ്രായേൽ ഇറാനെ അടിക്കുന്ന സമയങ്ങളിൽ അവർ ഒരു പരിധി വരെ ഫോക്കസ്ഡ് ആയിരുന്നു, വിത്ത് 2 എക്സെപ്ഷൻസ്. ഒന്ന്, ആദ്യത്തെ ദിവസം ആ സ്കൂളിൽ പോയി ബോംബ് വീണത്, ഏകദേശം 168 അല്ലെങ്കിൽ 170 പിഞ്ചുകുട്ടികൾ മരണമടഞ്ഞത്, ആ ഒരു കേസ്. രണ്ടാമത്തേത് ഇൻഫ്രാസ്ട്രക്ചറിന് ഇപ്പൊ ഈ പാലം തകർക്കുന്ന ഈ ഒരു കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഒരു 98% അല്ലെങ്കിൽ 99% ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കൂടുതൽ പാലങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പ് വരുന്നത് ഒരു യുദ്ധക്കുറ്റമായി പോലും കണക്കാക്കാവുന്ന ഒന്നാണല്ലോ. പാലങ്ങൾ മാത്രമല്ല, അതിന് പിന്നാലെ ഇറാനിലെ വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മഞ്ജുഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഏത് ഗവൺമെന്റ് ചെയ്താലും, ട്രംപ് ചെയ്താലും, ആര് ചെയ്താലും കുറ്റമാണ്. അതിനെയൊന്നും നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല, അമേരിക്കൻ ജനതയും ന്യായീകരിക്കുന്നില്ല. ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു കാരണം 11% റിപ്പബ്ലിക്കൻസ് ആണ് ഈ യുദ്ധത്തെ പോലും ഫേവർ ചെയ്യുന്നത്. അപ്പം ട്രംപിന്റെ കട്ടയ്ക്കുള്ള സപ്പോർട്ടേഴ്സിന്റെ പോലും 11% മാത്രമാണ്, വളരെ നാമമാത്രമായ ആൾക്കാരാണ് ഈ ഒരു യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണിട്ടിരിക്കുന്നു. വിച്ച് മീൻസ് മജോറിറ്റി, സൂപ്പർ മജോറിറ്റി ഓഫ് അമേരിക്കൻസ് ഈ യുദ്ധത്തിന് എതിരാണ്.
എല്ലാവരും പറയുന്നത് ഇത് ട്രംപിന്റെ അമേരിക്കയുടെ യുദ്ധമല്ല, ഇത് ഇസ്രായേലിന്റെ വാറ് അമേരിക്ക കടമെടുത്തതാണ്, അല്ലെ അമേരിക്ക പോയി ചെന്ന് ചേർന്നാണ്, ട്രംപ് പോയി ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചേർത്ത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാനിൽ നടന്ന അടിച്ചമർത്തലും മറ്റു കാര്യങ്ങളും, കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് നടന്ന ഏകദേശം 40,000 അതിൽ ആൾക്കാരെ അടിച്ചമർത്തി കൊല്ലപ്പെട്ടതും കാര്യങ്ങളും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എവിടെയാണ് എൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ട്രംപ് പറയുന്നത് 47 വർഷമായിട്ട് ആർക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല, എന്നാൽ ഇപ്പൊ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി, അതുകൊണ്ട് ഈ ഒരു ഡിസ്ട്രക്റ്റീവ് ഗവൺമെന്റിനെ പറഞ്ഞു വിടാനായിട്ട് ഇതല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ള ഒരു പ്ലേ ബുക്കാണ് ട്രംപ് പ്ലേ ചെയ്യുന്നത്. ഇവിടെ 5 വർഷം മുമ്പേ പറഞ്ഞു പോണക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഫയറിംഗ് സീസണൂടെയാണ്. അതായത് ഈ കഴിഞ്ഞ ടേമിലെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും ഈ ടേമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ടേമിൽ 3 മാസം തുടങ്ങി അദ്ദേഹം കൊണ്ടുവന്ന മിക്കവാറുമുള്ള ആൾക്കാരെ 3 തൊട്ട് 6 മാസങ്ങളിൽ ഒട്ടനവധി ആൾക്കാരെ ഫയർ ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടിരുന്നു. എന്നാൽ ഇത്തവണ കുറെ കൂടെ ലോയൽ ആയിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് ട്രംപ് 2.0-യിലേക്ക്. എന്നാൽ 1 വർഷമായിട്ട് അത് കണ്ടില്ലായിരുന്നു, എന്നാൽ അത് ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിസ്റ്റീൻ നോം ഇന്റീരിയർ സെക്രട്ടറിയെ ഫയർ ചെയ്യുന്നത് കണ്ടു. ഇന്നലെ പാം ബോണ്ടി അറ്റോർണി ജനറലെ US അറ്റോർണി ജനറലെ ഫയർ ചെയ്യുന്നത് കണ്ടു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അമേരിക്കയുടെ ചീഫ് ഓഫ് ആർമി ജനറൽ റാൻഡി ജോർജ് അദ്ദേഹത്തെ ഫയർ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഫയറിംഗ് സീസണിലൂടെ അമേരിക്കയിൽ നടക്കുന്നുണ്ട് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപിന്റെ ആശയങ്ങളോട് അല്ലെങ്കിൽ അഭിപ്രായങ്ങളോട് എതിര് പറയുന്ന അല്ലെ എതിര് നിൽക്കുന്ന അവരെ അഡ്മിനിസ്ട്രേഷൻ മാറ്റുക എന്നുള്ളൊരു സ്ട്രാറ്റജിയും കൂടെ ഈ ഒരു സമയത്ത് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ഒറിജിനൽ പോയിന്റ്, ഇത് ഒരു ഡി എസ്കലേറ്റ് സ്ട്രാറ്റജിയാണ്. കാരണം 60 ദിവസമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ലിമിറ്റ്. ആ 60 ദിവസത്തിലേക്ക് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷനുണ്ട്. അതുകൊണ്ട് തന്നെ ആ എസ്കലേഷൻ ഉണ്ടാവും. അത് സിവിലിയൻ കാഷ്വലിലേക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേങ്കിൽ ബൈ ആൻഡ് ലാർജ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ പ്രഷർ മാക്സിമം ബിൽഡ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഏകദേശം 10,000-ഓളം സ്പെഷ്യൽ ആർമി ഫോഴ്സിനെ അങ്ങോട്ടേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാർഗ് ഐലൻഡ് ടാർഗറ്റ് ചെയ്യുക, കാർഗ് ഐലൻഡ് ടാർഗറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഇതിനൊന്ന് ഇവിടെ ഒരു എഗ്രിമെന്റിലേക്ക് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അമേരിക്കൻ മീഡിയ അല്ലെ അമേരിക്കൻ ജനത ഇതിനെ നോക്കിക്കാണുന്നത്. എന്തിനാണ് നമ്മൾ അവിടെ പോയത്? അന്ന് പറഞ്ഞിരുന്നത് 4 കാര്യമായിരുന്നു. ഒന്ന് റെജീം ചേഞ്ച്, രണ്ടാമത്തേത് അവിടെയുള്ള സുപ്രീം ലീഡേഴ്സ് ഇങ്ങനെയുള്ള ഓട്ടോക്രാറ്റിക് ആൾക്കാരെ നാമാവശേഷമാക്കി വേറൊരു ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. 4മത്തേത് ബാലിസ്റ്റിക് മിസൈലിനെ ഇല്ലാതാക്കുകയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 4 ഒബ്ജക്റ്റീവിനകത്ത് എന്തുമാത്രം നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർഷ്യൽ വിജയം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഒരു പാർഷ്യൽ വിക്ടറി അല്ലെങ്കിൽ പാർഷ്യൽ ഒബ്ജക്റ്റീവ് നേടി. അതുകൊണ്ട് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രഷറിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി. ഞാനിപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ 5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 35 ദിവസം പിന്നിടുകയാണ്. ഇനി 3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ യുദ്ധം ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കുവാനായിട്ട് ചിലപ്പോൾ നിർബന്ധിതനായേക്കാം ഡൊണാൾഡ് ട്രംപ്. 2 ആഴ്ച കൂടി നീളുമെന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പലതവണയായിട്ട് ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ ഇറാൻ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നല്ലേ കാണേണ്ടത്? 90% സൈനിക ശക്തിയും നശിപ്പിച്ചുവെന്ന് അമേരിക്ക പെൻറ്റഗൺ അവകാശപ്പെടുകയാണ് ഇറാൻ്റെ. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് അവർ ആക്രമണം അഴിച്ചുവിടുന്നതും ഇറാൻ തിരിച്ച് ആക്രമണം നടത്തുന്നതും ഗൾഫ് മേഖലയിലേക്ക്. അപ്പോൾ ഇത് അവസാനിക്കുന്നത് ഈ 60-ാമത്തെ ദിവസമായിരിക്കും എന്നാണോ കണക്കാക്കേണ്ടത്? അങ്ങനെയൊന്നും കണക്കാക്കാനാവില്ല. കാരണം 60 ദിവസം എന്നത് ഊഹക്കണക്ക് മാത്രമാണ്. ട്രംപിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി പ്ലാനേഴ്സിന്റെ മനസ്സിൽ ഒരു കൃത്യമായ ഒരു സമയക്രമം ഉണ്ടാകും. ഇത്ര ദിവസത്തിനുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഇന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണം, അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കണം. തുടങ്ങിയവർ തന്നെ അവസാനിപ്പിക്കുക എന്നതാണല്ലോ അതിന്റെ ഒരു ശൈലി. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നീണ്ടുപോകാനാവില്ല. ഇനിയും നീണ്ടുപോകുന്നത് തീർച്ചയായും അമേരിക്കയുടെ സ്റ്റേച്ചറിനെ, ഗ്ലോബൽ സ്റ്റേച്ചറിനെ തന്നെ അത് പിന്നോട്ടടിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ക്ലെയിംസ് ആണ്, ടോൾ ക്ലെയിംസ്. അത് ട്രംപ് എക്കാലത്തും വളരെ ഉള്ളതിനേക്കാൾ കൂട്ടി പറയുന്ന ഒരാളാണ്, ടോൾ ക്ലെയിംസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലെയിമുകൾ വെച്ചാൽ അദ്ദേഹത്തെ സർവാധികാരിയായി, പരമോന്നത നേതാവായി ഇറാന്റെ ജനത സ്വീകരിച്ചു, തങ്ങളെ നയിക്കാൻ കടന്നു വരൂ എന്നൊക്കെ പറയുമ്പോൾ ഇതാരോടാണ് പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള ക്ലെയിംസ്, അതുകൊണ്ട് നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ, ആ തരത്തിലുള്ള രീതി പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്രെഡിബിലിറ്റിയാണ് അവിടെ ക്വസ്റ്റ്യനബിൾ. അതുകൊണ്ട് മാത്രമല്ല, ഇറാന്റെ കേപ്പബിലിറ്റിയുടെ 90% ഡെസിമേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ
ഇപ്പോഴും ഇറാൻ പൊരുതി നിൽക്കുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനം F-35 കാറ്റഗറിയിലുള്ള ഒരു വിമാനം കൂടി താഴെ വീണു, മധ്യ ഇറാനിൽ തകർന്നു വീണു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. അൺകൺഫേംഡ് റിപ്പോർട്ടുകളാണ്. പക്ഷേ അത് ശരിയാണ് എങ്കിൽ കാര്യമായ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ യുദ്ധമാണ്. ഇപ്പോൾ ആ അണ്ടർ എസ്റ്റിമേഷൻ കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ലെവലിലാകുന്നു. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാൻ വേദനിക്കണമല്ലോ. അങ്ങനെ വേദനിക്കണമെങ്കിൽ പൂർണ്ണമായ കരയുദ്ധം സാധ്യമല്ല എങ്കിൽ ഖാർഗ് ദ്വീപ് 90% ഇറാന്റെ എണ്ണ കടന്നു പോകുന്ന പോയിന്റാണ്. ആ ഖാർഗ് ദ്വീപ് കീഴടക്കാൻ ഒരു പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ലായിരിക്കും. ഇറാന്റെ മെയിൻലൻഡ് കീഴടക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ്. ഒരു ചെറിയ ഏതാണ്ട് 20-25 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഖാർഗ് ഐലൻഡിലേക്ക് സൈന്യങ്ങൾ മെറീനുകളെ കേന്ദ്രീകരിക്കുക, ആംഫീബിയൻ ഓപ്പറേഷനിലൂടെ അവിടം പിടിച്ചെടുത്താൽ അത് വെച്ച് വിലപേശാനാകും. പക്ഷെ ഇറാൻ വിലപേശുന്നത് അതിനേക്കാൾ എത്രയോ വലിയ ഒരു സ്ട്രാറ്റജിക് പോയിന്റിന്റെ നിയന്ത്രണം ഡി ഫാക്ടോ ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീ മഞ്ജുഷ് ഇറാൻ നിയന്ത്രിക്കുന്നത്. നോക്കൂ, ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രദേശത്തിന്റെ ആകമാന എണ്ണ കടന്നു പോകേണ്ടത് ഹോർമൂസിലൂടെ. ലോക വ്യാപാരത്തിന്റെ 20% എണ്ണ വ്യാപാരം കടന്നു പോകുന്നത് ഹോർമൂസ് എന്ന കടലെടുക്കിലൂടെയാണ്. അവിടെ നിയമവിധേയമായി ടോൾ പിരിക്കാനുള്ള തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അത് പിരിച്ചു തുടങ്ങി. ചില കപ്പലുകൾക്ക് ഇറാൻ അകമ്പടി പോകുന്നുണ്ട്. ഇറാന്റെ ഗൺബോട്ടുകൾ അകമ്പടി പോകുന്നുണ്ട്. അവർ നിശ്ചയിച്ച ട്രാക്കിലൂടെ ഈ കപ്പലുകൾ കടത്തിവിടുന്നുണ്ട്. അങ്ങനെ 16 കപ്പലുകൾ ഒരു ദിവസം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അല്ല, അവിടെ ഉപരോധം തീർക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരികയാണല്ലോ ബഹ്റൈന്റെ ഭാഗത്ത് നിന്ന്. അത് വോട്ടെടുപ്പിലേക്ക് പോവുകയും ചെയ്തേക്കാം. അതൊരു പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് കാണുന്നുണ്ടോ താങ്കൾ ഇറാനെതിരെയുള്ള? രണ്ട് ശ്രീ മഞ്ജുഷ്, 2 നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടായി. ഒന്ന്, ഈ ബഹ്റൈന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നയതന്ത്ര നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ആ വിഷയം കൊണ്ടുവരികയാണ്. ആ വിഷയം കൊണ്ടുവന്നാൽ അതിനർത്ഥം ഈ രാജ്യങ്ങൾ ഏക മനസ്സോടുകൂടി വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് കടന്നു പോകുന്ന ഏതെങ്കിലും രാജ്യത്തിന്റെ, ഗൾഫ് രാജ്യങ്ങളുടെയോ മറ്റേതെങ്കിലും പുറം രാജ്യങ്ങളുടെയോ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നതാണ് പ്രമേയത്തിന്റെ ഇതിവൃത്തം. അത് ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും വീറ്റോ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് തകൃതിയായ നെഗോസിയേഷൻസ് ആണ്. ഗൾഫ് രാജ്യങ്ങളും റഷ്യയും ചൈനയുമായി തകൃതിയായ ഡിസ്കഷൻ, നെഗോസിയേഷൻ നടക്കുന്നു. അതൊരു വശം. 2, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ, ഗ്രേറ്റ് ബ്രിട്ടന്റെ, UK-യുടെ നേതൃത്വത്തിൽ കെയർ സ്റ്റാമർ വിളിച്ചു കൂട്ടുന്ന ഒരു സമ്മേളനമുണ്ട്. 40 ലോകരാജ്യങ്ങൾ, അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളാണ്, 40 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികൾ. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അമേരിക്കയ്ക്ക് തുടങ്ങി വയ്ക്കാനേ ആവൂ, അവസാനിപ്പിക്കാനാവില്ല എങ്കിൽ തങ്ങളുടെ താല്പര്യമാണ്, ലോകത്തിന്റെ ആകമാന താല്പര്യമാണ്, അത് അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ലക്ഷ്യങ്ങൾ പൂർത്തിയായി എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിട്ട് പോകാൻ സാധിക്കും. അങ്ങനെ പോയാലും ചവിട്ടി കുഴച്ചിടുന്ന ആ ഒരു പ്രദേശത്തെ ഇറാൻ എങ്ങനെയാണ് ഭാവിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത? ഇതൊരു ഇറാൻ യുദ്ധം തുടങ്ങുന്ന സമയത്തെ ടോൾ പിരിവൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ചെടുത്ത തീരുമാനമാണ്. ഹോർമൂസ് കടലെടുക്കുന്ന മേൽ തങ്ങൾക്കും ഒമാനും മാത്രമായിരിക്കും നിയന്ത്രണം. അവിടെ UAE ഒഴിവാക്കി. UAEയുടെയും ഒമാന്റെയും മണ്ണാണ് ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുന്നത്. അതുപോലെ ഇറാന്റെ ഭാഗത്ത് ഒരു കർവാണുള്ളത്. അതുകൊണ്ട് ഇറാനും ഒമാനും ചേർന്ന് ഹോർമൂസിനെ നിയന്ത്രിക്കും എന്ന രീതിയിലുള്ള സംസാരമാണ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. കരയിലേക്ക് സാഗ്രോസ് മൗണ്ടൻസിന്റെ വാലിയിൽ നിന്നുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്ന കപ്പലുകൾ ഹോസ്റ്റൈൽ കപ്പലുകളാണെങ്കിൽ, അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ അനുകൂല രാജ്യങ്ങളുടെയോ കപ്പലുകളാണെങ്കിൽ മിസൈലുകൾ ലോഞ്ച് ചെയ്യാം. വേണമെങ്കിൽ മൈനുകൾ നിരത്തിക്കൊണ്ട് അപകടപ്പെടുത്താം കപ്പലുകളെ. സുഗമമായ കപ്പൽ വ്യാപാരം കപ്പൽ ഗതാഗതം, ഫ്ലീറ്റ് മൂവ്മെന്റ് എന്നത് തീർച്ചയായിട്ടും ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. അത് ലോകത്തിന്റെ ആവശ്യമാണ്. ട്രംപ് പറയുന്നതാണ്, ഞങ്ങൾക്കിനി മോചിപ്പിക്കാനൊന്നും വയ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമൂസിൽ കടന്നു ചെന്ന് സൈനികമായി ഇടപെട്ടുകൊണ്ടോ അല്ലാതെ നയതന്ത്രത്തിലോ ഹോർമൂസ് സുഗമമാക്കണം. ഇത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്തത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഇറാന്റെ കേപ്പബിലിറ്റിയെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആണവശേഖരം ഇപ്പോഴും അവിടെയുണ്ട്. ഏതാണ്ട് 450 കിലോഗ്രാമോളം 10 ബോംബുകളോളം ഉണ്ടാക്കാൻ കഴിയുന്ന ആണവശേഖരം ഒരുപക്ഷെ ഇസ്ഫഹാന്റെ മണ്ണിനടിയിൽ വളരെ ബങ്കർ ബസ്റ്റൊക്കെ 60 മീറ്റർ മാത്രമേ താഴേക്ക് പോകാനാവൂ. ഒരുപക്ഷെ 400-500 മീറ്റർ അടിയിൽ സുരക്ഷിതമായ കേന്ദ്രത്തിൽ അതിരിക്കുന്നു. ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ അത് സെക്യൂർ ചെയ്യാൻ അമേരിക്ക ഒരു ശ്രമം നടത്തിയാൽ കാഷ്വാലിറ്റി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. റെജിം ചേഞ്ച്
നടന്നു എന്നാണ് ഇപ്പൊ അമേരിക്ക ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്ത് നടന്നു എന്നാണ് പറയുന്നത്? 48 പേര് ഒന്നാം ദിവസം വധിച്ചു, അയത്തുള്ള അലി ഖുമൈനി ഉൾപ്പെടെ. പക്ഷെ അവരൊക്കെ കൊണ്ടുവന്ന ഒരു സംവിധാനം ഇപ്പോഴും അഭംഗുരം. ശരിയാണ്, ഒരു സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഇറാന്റെ ചില അവകാശവാദങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ F-35 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചില ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മൊസാദിന്റെ ആസ്ഥാനം, ടെൽ അവീവിലെ മൊസാദിന്റെ ആസ്ഥാനം, ഇസ്രായേൽ ചാര സംഘടനയുടെ ആസ്ഥാനം തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുകയാണ്. പക്ഷെ അതിനും സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനും ദൃശ്യങ്ങൾ സഹിതമാണ് ഇറാൻ ഏജൻസികൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്ഥിരീകരണം വന്നിട്ടില്ല. അത് മൊസാദിന്റെ കേന്ദ്രമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇങ്ങനെ കുറേയേറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ. പലതും പിന്നീട് തെറ്റാണെന്ന് തെളിയുന്നുമുണ്ട്. പക്ഷേ ശ്രീ MS വേണുഗോപാൽ, ആക്രമണം ഏത് രീതിയിലാണോ അമേരിക്ക നടത്തുന്നത് അതേ രീതിയിൽ തന്നെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നുണ്ടല്ലോ ഇറാൻ. ഏത് ഭാഗത്താണ് ആക്രമണം നടന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് ആക്രമിക്കുന്നത്, അതേ മേഖല തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇറാൻ ഇപ്പോൾ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് ട്രംപിനെയും US-നെയും വെട്ടിലാക്കുന്ന പ്രധാന പ്രശ്നം. ഇറാൻ മറ്റൊന്നു കൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിനു മുമ്പ് വിട്ടതെല്ലാം വെറും കളിക്കോപ്പുകളായിരുന്നു, ഇനിയാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭീകരമായ ആക്രമണ ശക്തിയുള്ള ആയുധങ്ങൾ പുറത്തെടുക്കാൻ പോകുന്നത്, മിസൈലുകൾ പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അടുത്തെങ്ങും കഴിയുകയുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 10,000-കണക്കിന് ചാവേറുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് തങ്ങൾക്ക് എത്ര വലിയ ആക്രമണം ഉണ്ടാകുന്നു അതിന് തുല്യമായ ആക്രമണം GCC രാഷ്ട്രങ്ങളിലേക്ക് നൽകിക്കൊണ്ട് GCC രാഷ്ട്രങ്ങളെ പ്രഷറിൽ കൊണ്ടുവരിക, GCC രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ തന്ത്രം എന്ന് കാണാവുന്നതാണ്. അപ്പോ ഞങ്ങളെ ഏത് വിധത്തിൽ ആക്രമിക്കും, ഞങ്ങളുടെ പാലമാണെങ്കിൽ GCC രാഷ്ട്രങ്ങളിലെ പാലം, അത് അവർ നേരിട്ട് പറയില്ല, പക്ഷേ ഞങ്ങൾക്ക് തത്തുല്യമായ ആക്രമണം അപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കും. ഹോർമോസിലേക്കോ അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡിലേക്കോ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് GCC രാഷ്ട്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ GCC രാഷ്ട്രങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉദിക്കുന്നത് ട്രംപ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ശൈലിയിൽ ഈ മുമ്പൊക്കെ ജീവിതകാലത്ത് മുഴുവൻ നടത്തിയിരുന്ന പോലെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബുള്ളിയിങ് മെത്തേഡിൽ അദ്ദേഹം അന്തർദേശീയ വിഷയങ്ങളെയും ഇന്റർനാഷണൽ ട്രാൻസാക്ഷനെയും ട്രേഡിനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ യുദ്ധത്തിലും കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ടാരിഫ് പ്രശ്നത്തിൽ ഞാൻ 20% ആക്കും, 50% ആക്കും, 100% ആക്കും, 150 ആക്കും, 200 ആക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞാനിപ്പോ ഇറാനെ അങ്ങനെ തകർത്തുകളെയും ഇങ്ങനെ തകർത്തുകളെയും പിന്നെ ഈ വംശം അവിടെ ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം വിടുവായത്തരം അധികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇത് നിയന്ത്രിക്കാനുള്ള യാതൊരുവിധ കപ്പാസിറ്റിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇടയ്ക്ക് താഴോട്ട് വരികയും വീണ്ടും മുകളോട്ട് കയറുകയും ചെയ്യുന്ന ഈ യുദ്ധപ്രഖ്യാപനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമേരിക്കയ്ക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അധിക നാളാവില്ല. ഇറാന് ഈ യുദ്ധം അധിക നാൾ നീട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹവും ഉള്ള പോലെയാണ്. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രത്തിലെ ജനതയേക്കാൾ വലിയ പ്രശ്നം അവരുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ റവല്യൂഷണറി ആർമിയുടെയൊക്കെ നിലനിൽപ്പ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇപ്പോൾ ഒരു വാർത്ത ഞാൻ കേട്ടത്, ടർക്കിയുടെ കിഴക്കൻ പ്രദേശത്തെ ചില മലനിരകളുടെ പാസിൽ കൂടെ പല ഇറാനിയൻസും ടർക്കിയിലേക്കും മറ്റും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലർ തങ്ങളുടെ ബന്ധുക്കളുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അവിടെയും പ്രശ്നങ്ങളുണ്ട്, ജനത വളരെയധികം ഭീതിയിലാണ്. 4000 സ്ഥലത്താണ് ബോംബ് വർഷിച്ചിരിക്കുന്നത്, മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. എന്നാലും നോക്കൂ, ഇന്ത്യയുടെ പകുതിയുള്ള ഒരു രാഷ്ട്രം അവരുടെ 4000 പ്രദേശങ്ങളിൽ, അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് 4000 സ്ഥലത്ത് മിസൈലുകളും ബോംബുകളും വർഷിച്ചിരിക്കുന്നത്, കനത്ത ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. എന്നിട്ടും അവരെ തടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ചാവേറുകളെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവേറുകൾക്ക് വേണ്ടി ഒരു ആർമി ഉണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ മുമ്പ് ഒരു ടോക്കിൽ പറഞ്ഞ പോലെ 32 ആയിട്ട് അവരെ ആർമിയെ വിഭജിച്ചു വെച്ചിരിക്കുകയാണ്. ഒരാളല്ല തലവൻ, 32 തലവന്മാരുണ്ട്.
ആ 32 പേർക്കും റീജിയൻ തിരിച്ച് വാറിനുള്ള ഡിക്ലറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇറാന് ഉചിതമായത് എന്തും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു സെൻട്രൽ ഡയറക്ഷൻ പോലും ഇല്ലാതെ പെട്ടെന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായിട്ടും ഒക്കെ അറിയുന്നു. ഇതൊക്കെ വിദേശ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ കുറെയൊക്കെ സത്യമുണ്ട് എന്നുള്ളതാണ്. ശരി ശരി. ശ്രീ ഐസക് ജോൺ, ഗൾഫിൽ ഒരു ശാന്തത വന്നതായിരുന്നുവല്ലോ. ഇത് ഡി എസ്കലേറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇറാനിലെ ഈ B1 പാലം തകർത്തതോടുകൂടി വീണ്ടും ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടോ? പക്ഷേ അത് ഡ്രോൺ ആക്രമണം, മിസൈലുകളും തകർക്കുവാനുള്ള സംവിധാനം ഈ രാജ്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് മഞ്ജുഷ്, അതായത് ഗൾഫിലെ അങ്ങനെ ഒരിക്കലും ഒരു ദിവസം പോലും ഒരു ശമനം ഉണ്ടായിട്ടില്ല. അപ്പൊ UAE ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു അറ്റാക്ക് ഇവിടെ ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെ അവർ ആക്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം ഒരുമാതിരി ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഗൾഫ് മാത്രമല്ല, ലോകരാജ്യങ്ങൾ മൊത്തം ഈ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. വിലക്കയറ്റവും അതേപോലുള്ളത്. USA-ലും വലിയ പ്രശ്നങ്ങൾ ട്രംപിന് നേരിടേണ്ടി വരും ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പക്ഷേ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ചൊരു ഡി എസ്കലേഷൻ സംഭവിച്ചേക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചോളം, ഇവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് തീരുന്നതിൽ അവർക്ക് അഭിപ്രായമില്ല. ഇതിനൊരു കൺക്ലൂസീവായിട്ട് ഇത് തീരണം. എന്തെങ്കിലും, അതായത് അവർക്ക് ഇനി ഈ ഭീതിയുടെ നിഴലിൽ ജീവിക്കാനൊക്കത്തില്ല. കഴിഞ്ഞ 46 വർഷം അവർ അങ്ങനെയാണ് ജീവിച്ചത്. എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ ജീവിതം. അല്ലെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രസ് സ്ക്വാഡ് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഏത് സമയത്തും വീഴുമെന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് കോ എക്സിസ്റ്റൻസ് ഈസ് റൂൾഡ് ഔട്ട്. കാരണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ടോട്ടൽ സറണ്ടർ വേണം. അതൊരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ വല്ലാത്തൊരു ഡിലമയിലാണ് ഇതെങ്ങനെ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആൾറെഡി ഞാൻ ഒരു ഭീതി പരത്താൻ പറയല്ല, ഇവിടെ പല ആൾക്കാരുടെയും ജോലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെയും ഒരുപാട് ആൾക്കാരെ ഹോസ്പിറ്റാലിറ്റി ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരെ നിർബന്ധിതമായിട്ട് നാട്ടിലേക്ക് ലീവിൽ അയച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ കുറച്ച് ഇപ്പം പറയുന്നു ഞങ്ങൾക്ക് ആരുടെ സാലറി കുറയ്ക്കത്തില്ല എന്ന് പറയും. പക്ഷേ എന്തായാലും അതൊക്കെ അനിവാര്യമായ കാര്യങ്ങളാണ് ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചോളം വലുതായിട്ട് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് നഷ്ടപ്പെട്ട കാരണം അവിടുത്തെ ട്രംപ് പറയുന്നത് എന്താണ്, 15,000-ൽ പരം ടാർഗറ്റ്സിനെ ഇറാനിൽ അവർ ആക്രമിച്ചു കഴിഞ്ഞു. ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ, അത് ഞങ്ങൾ തുടങ്ങാൻ പോവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം അവരെ അടിച്ചമർത്താൻ നോക്കിയിട്ടും അവർ വളരെ റെസീലിയൻസ് കാണിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കഴിവ് അവർക്കുണ്ട്. ആ രീതിയിൽ അവരും പ്രിപ്പയർഡ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ ആയുധശേഖരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, അത് ഡിപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ US-ന്റെ പ്രഹരശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിന്റെ പ്രഹരശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഹരശേഷി മാത്രമല്ല, അവരുടെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പല ഗൾഫ് രാജ്യങ്ങളുടെ അതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഫയൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അമേരിക്കയെക്കാളും ഇസ്രായേലിനേക്കാളും ഗൾഫ് രാജ്യങ്ങൾക്ക് ആവുമല്ലോ അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ഇതുവരെ എല്ലാ ഡ്രോണുകളെയും മിസൈലുകളെയും തടുത്തിടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവശിഷ്ടങ്ങൾ വീണൊക്കെ അവിടെയും ഇവിടെയും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീണ്ടുപോയാൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട് അല്ലേ? അതെ, ഒരു മിസൈലിനെ ഒരു ഡ്രോണിനെ പ്രതിരോധിക്കാനായിട്ട് ചിലപ്പോൾ 3 തരത്തിലുള്ള ഒരു ഇന്റർസെപ്റ്റേഴ്സ് വേണ്ടി വരും. 3-ൽ കുറയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 2-ലധികം വേണ്ടി വരും ചില സമയത്ത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെ സ്റ്റോക്ക് പൈൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പുതിയ ഓർഡറുകൾ കൊടുത്തു. സൗദി അറേബ്യ, കുവൈറ്റും UAE-യും വലിയ ഓർഡർ ഒത്തിരി ഇതിനു വേണ്ടി THAAD സിസ്റ്റത്തിന് വേണ്ടിയും പാട്രിയോട്ട് മിസൈൽസ് ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഡെലിവറി ചെയ്യാനുള്ള ശേഷി ഇപ്പോൾ US-ന് ഇല്ല. കാരണം അവർക്ക് ഒരു വർഷം 100 കണക്കിന് മാത്രമല്ല 1000-ഓളം ഒന്നും THAAD സിസ്റ്റംസ് ഉണ്ടാക്കാനൊക്കത്തില്ല. അവിടുത്തെ സിസ്റ്റം നോക്കുകയാണ്. അതുപോലെ തന്നെ പാട്രിയോട്ട് മിസൈൽസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ് അവർക്കൊരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യം US-നും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. പക്ഷേ ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചോളം ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട്, ഒരു വൂണ്ടഡ് ആയിട്ട് ഇറാനെ വിടാൻ പാടില്ല. ഒരു വൂണ്ടഡ് ആയിട്ട് അതിനെ വിട്ടുകഴിഞ്ഞാൽ അത് വീണ്ടും പൂർവാധികം ശക്തി ആർജിച്ചു വരും. ഇറാനെ സംബന്ധിച്ചോളം ഒരു വാർ ഓഫ് അട്രീഷൻ എത്രയും നാൾ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കും. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ US-ന് അത് പറ്റത്തില്ല. ഒന്ന് ഒരു ഇതുണ്ടല്ലോ, 60 ദിവസത്തെ ഒരു പരിപാടി എന്നുണ്ടല്ലോ, വാർ ആക്ട് അനുസരിച്ച്, സ്പെഷ്യൽ വാർ ആക്ട് ഓഫ് 1973 ആണെന്ന് തോന്നുന്നു. അതനുസരിച്ചാണ് തോന്നുന്നത് 60 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ കോൺഗ്രഷണൽ അപ്രൂവൽ വേണമെന്നുണ്ട്.
വീണ്ടും ഒരു മാസം കൂടെ കിട്ടും ട്രൂപ്സിനെ തിരിച്ചു വിളിക്കാനായിട്ട്. അങ്ങനെ കൂടി വന്ന 90 ദിവസമേ ട്രംപിന് കിട്ടത്തുള്ളൂ. അതിലിപ്പോൾ ഏകദേശം ഒരു 45 ദിവസത്തോടെ ഉടനെ തീരും. അപ്പം അങ്ങനെ വരുന്ന ട്രംപ് വല്ലാത്തൊരു ഡിലമയിലാണ്. അതുകൂടാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെയുള്ള അപ്രൈസിങ്, ഇതിനെതിരെയുള്ള വലിയ ഒരു പരിപാടി, നോ കിങ്സ് ട്രയഡി, അതേപോലെ ഒരുപാട് ട്രംപിന് വിരുദ്ധമായിട്ട് ലോകത്തെ. ശരിയാണ്, ശരി. അത് ശ്രീ സജിമോൻ ആന്റണി, അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ അമേരിക്കയിൽ? അതുപോലെ തന്നെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ടായിരുന്നു. ഇറാന്റെ കൈവശം ഇപ്പോഴും പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട്. പക്ഷേ പെന്റഗൺ അവകാശപ്പെടുന്നത് 90% ഇറാന്റെ ആയുധ ശേഖരവും നശിപ്പിച്ചു എന്നാണല്ലോ. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് അമേരിക്കൻ ഏജൻസി തന്നെ, ഇന്റലിജൻസ് ഏജൻസി തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ട് ആണ് എന്ന രീതിയിലും പ്രചാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനും സ്ഥിരീകരണം വരുന്നില്ലല്ലോ അമേരിക്കയിൽ നിന്ന്. കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ. സജിമോൻ ആന്റണി, സജിമോൻ ചേരുകയാണ്. ഐസക് ജോൺ, ഞാൻ സജിമോനിലേക്ക് പോവുകയാണ്. സജിമോൻ. മഞ്ജുഷ, ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് ശ്രീ ഐസക് ജോൺ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നത്. ആ ഒരു പോയിന്റ് ഒന്ന് റീഎംഫസൈസ് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റനിലേക്ക് വരാം. അതായത് 1973 വാർ ആക്ട് പ്രകാരം 60 ദിവസം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഒരു യുദ്ധം തുടങ്ങാനുള്ള റൈറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 30 days അഡീഷണൽ വിഡ്രോവൽ പീരീഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ്. ബേസിക്കലി അടുത്ത 2-3 ആഴ്ച മാക്സിമം പ്രഷർ ബിൽഡ് ചെയ്ത് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റിട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു ബില്ല് അമേരിക്കൻ സെനറ്റിലോ അല്ലെ കോൺഗ്രസിലോ വരികയാണെങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് ട്രംപിന്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാഗ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കട്ടയ്ക്കുള്ള സപ്പോർട്ടിലുള്ള ആൾക്കാർ, ടക്കർ കാർഡ്സിനെ പോലുള്ള ലീഡിങ് TV ഹോസ്റ്റും അങ്ങനെയുള്ള ആൾക്കാർ പോലും ട്രംപിന് അല്ലെങ്കിൽ ഈ ഇസ്രായേൽ യുദ്ധത്തിന് ഇദ്ദേഹത്തോടൊപ്പം അല്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം പോകുന്നത്? അമേരിക്കക്കാർക്ക് ഇത് വേണ്ട, മാഗയ്ക്ക് ഇത് വേണ്ട, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ട, പിന്നെ എന്തിനാണ് ട്രംപ് ഇത് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും വളരെ നിഗൂഢമാണ്. ബേസിക്കലി നമ്മൾ പറയുന്നത് ഇതാണ്, ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപുമായിട്ടുള്ള ഒരു ഇക്വേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പറച്ചിൽ ഒഴിവാക്കാൻ മേലാതെയാണ് ഈ ട്രംപ് ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, വെള്ളിയാഴ്ച എന്ന് എനിക്ക് തോന്നുന്നത്, വ്യാഴാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വ്യാഴാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം 24 മണിക്കൂർ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസത്തെ അല്ലെ ആ ഒരു മണിക്കൂറുകളിലെ തീരുമാനമായിട്ടാണ് ട്രംപ് മുന്നിലേക്ക് പോയത്, മറ്റാരോടും കൺസൾട്ട് ചെയ്യാതെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ തന്നെ ഒരു എന്താ പറയുക, 2 അഭിപ്രായമുണ്ട് ഇതിനകത്ത്. ഒന്ന്, യാഥാർത്ഥ്യമായിട്ട് എന്താണ് നടക്കുന്നത്? ഇറാനെ അടിച്ച് നാമവിശേഷമാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ ആൻസർ യെസ് ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും UAE-ലും മറ്റു രാജ്യങ്ങളിലും ബഹ്റിനിലും ഇറാഖിലും ഒക്കെ അമേരിക്കൻ താവളങ്ങൾ നോക്കിയിട്ട് ഇപ്പോഴും ആക്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറും യെസ് ആണ്. പക്ഷെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുകയാണെങ്കിൽ 1000 എണ്ണം ഇങ്ങനെ വരുവാണെങ്കിൽ 2, 3 അല്ലെ 10, 20, 30 അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് വിട്ടാൽ പോലും 90-95% പോലും ഇപ്പോഴും അവിടുത്തെ ആ അയൺ ഡോമിന്റെ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങൾ, ക്രൂയിസ് മിസൈലും ഒക്കെ പ്രതിരോധിച്ച് വരുന്നത് കാരണം ഏകദേശം നാമാവശിഷ്ടങ്ങൾ അങ്ങനെയുള്ള ഡെബ്രീസ് മാത്രമാണ് വന്ന് വീണ ഒറ്റപ്പെട്ട ആളാപായങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ മിലിറ്ററി സ്പീക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന് വീക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ വീക്കായിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, ഇസ്രായേലിന് അവരുടെ അമ്യൂണിഷന് ഡിപ്ലീഷൻ വന്നിട്ടുണ്ട്, അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വന്നിട്ടുണ്ട്, അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്, പേട്രിയോട്ട് മിസൈൽ അടക്കമുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് 2 സൈഡിലും ഉണ്ട്, ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ 2 പേരും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, റീപൈലിംഗ് ചെയ്യുന്നുണ്ട്, റീ ഓർഡർ ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇറാന് ചൈനയുടെയും റഷ്യയുടെയും സപ്പോർട്ട് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി കിട്ടുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു വലിയൊരു സപ്പോർട്ട്, ഇൻഹിബിറ്റഡ് സപ്പോർട്ട് ഈ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നൊരു കാതലായ കാര്യം ഇവിടെ പറയാനുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ അഫ്ഗാൻ വാർ അല്ലെങ്കിൽ ഇറാഖ് വാർ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ടീമായിട്ട് അങ്ങ് പോയത്. അമേരിക്കയോടൊപ്പം എൻറ്റയർ നാറ്റോ കൺട്രി, ഇവിടെയുള്ള അങ്ങനെയുള്ള എല്ലാ സഖ്യകക്ഷികളുമായിട്ട് ആലോചിച്ച് ഒരുമിച്ചാണ് പോയത്. എന്നാൽ അത് ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ തവണ ചാനലിൽ കയറിയപ്പോൾ പറഞ്ഞു, ഇത്തവണത്തെ യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. കാരണം റഷ്യയുടെ റീപ്ലനിഷ്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് ഹൂസ് കോസ്റ്റ്?
അമേരിക്കാസ് കോസ്റ്റ്, ഇസ്രായേൽസ് കോസ്റ്റ് അല്ലെങ്കിൽ ഇറാന്റെ കോസ്റ്റിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനെ പലരും ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി. നമ്മൾ വായിക്കാതെയാണ് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കാതെ അല്ല പറഞ്ഞത്, ഫാക്ട് ഇതാണ്. ഇവിടെ കിടന്ന് നമ്മൾ രണ്ടുപേരും അടിക്കുമ്പം ആ അടിയിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കുചേരാതെ ഒരാൾ റീപ്ലനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം എനർജി പ്രൈസ്, ക്രൂഡ് ഓയിൽ പ്രൈസ് $50, $60 ആസ് വി സ്പീക്ക് നോ, എത്രയാ 110, 120 ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒഫീഷ്യൽ റെക്കോർഡിൽ, അൺഒഫീഷ്യൽ റെക്കോർഡിൽ 150, 160 സെല്ല് ചെയ്യുന്നു കേൾക്കുന്നു. അപ്പം അവിടെ ഒരു റീപ്ലനിഷൻ ഉണ്ടായി. ഒന്ന്. രണ്ടാമത് വേറൊരു കാര്യം കൂടെ, ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് റഷ്യയുടെയും ഇറാന്റെയും പേരിൽ ഓയിലിന്റെ ഒക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബാൻ ഉണ്ടായിരുന്നു. ഈവൻ അമേരിക്ക, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് ഫോഴ്സ്ഫുള്ളി അത് എടുത്തു കളയേണ്ട ഒരു ഗതികേട് പോലും വന്നു. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം അതിന്റെ ഗുണം ആർക്കാണ് ഉണ്ടായത്? ഇൻഡയറക്ട്ലി ഇറാനോട് ഗുണമുണ്ടായി, ഡയറക്ട്ലി റഷ്യക്ക് ഗുണമുണ്ടായി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായാലും ഈ ഒരു യുദ്ധം ഒത്തിരി നീണ്ടുപോകാനായിട്ട് അമേരിക്ക ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾ ഒട്ടുമേ ആഗ്രഹിക്കുന്നില്ല. അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇത് ട്രംപിന്റെ യുദ്ധമാണ് എന്ന് പറയുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് ഇത് എസ്കലേറ്റ് ഡി എസ്കലേറ്റ് സ്ട്രാറ്റജിയിലേക്ക് പോയേ പറ്റത്തുള്ളൂ. എന്നാൽ ഇതിന് മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റ് പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ലോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഒരു ക്ലാസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇറാൻ വേഴ്സസ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്? അമേരിക്കയിലും ഇസ്രായേലും ഒക്കെ ഒരു ഡെമോക്രസി ഉണ്ട്. അവിടെ നമുക്ക് തോന്നുന്ന പോലെ ഇറങ്ങാൻ പറ്റും, പക്ഷേ ആൻസറബിൾ ആണ്. തിരിച്ചു വരുമ്പോൾ ആൻസർ പറയേണ്ടി വരും. കോൺഗ്രസിനോട് ആൻസർ പറയേണ്ടി വരും, സെനറ്റിനോട് ആൻസർ പറയേണ്ടി വരും. എന്നാൽ ഇറാനിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അവരോട് തന്നെ ആൻസർ പറഞ്ഞാൽ മതി, വേറെ ആരോടും ആൻസർ പറയേണ്ട കാര്യമില്ല. ഇറാനിയൻ ജനതയോട് ആൻസർ പറയേണ്ട കാര്യമില്ല. അവിടെ വേറെ ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ട് മുന്നേക്ക് പോകാൻ, പ്രൊലോങ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം പോയില്ലെങ്കിൽ അവരില്ല, കാരണം ഡിസ്ട്രക്ഷൻ ആണ്. അങ്ങനെ ഓട്ടോക്രസിയും ഡെമോക്രസിയും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ വ്യത്യാസം തന്നെയാണ്. ശരി, അത് ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു നയതന്ത്രപരമായ പരിഹാരം കാണുന്നതിന് വേണ്ടി അതിനുള്ള ശ്രമം ട്രംപ് നടത്തുന്നുമില്ല. ശ്രീ മോഹൻ വർഗീസ്, അതും ഉണ്ടല്ലോ. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു അവസാനം ഇതിന് ഒരു നയതന്ത്രപരമായ രീതിയിൽ കണ്ടെത്തുവാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുമില്ല. ഭീഷണിയോട് ഭീഷണി മാത്രമാണ്, അല്ലേ? ശ്രീ മഞ്ജുഷ്, ബലപ്രയോഗത്തിലൂടെ മാത്രം ഒരു സൈനിക വിജയവും ഉണ്ടാവില്ല, യുദ്ധവിജയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിച്ചത് നടപ്പാകില്ല എന്ന് ഏതാണ്ട് കൃത്യമായി തിരിച്ചറിഞ്ഞു. അത് ഓൾറെഡി തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ്. ഇപ്പം ഈ വാർ ആക്ട് ഒക്കെ അനുസരിച്ച് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ കുറവാണ്. അതിനുള്ളിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഒരു റെജീം ചേഞ്ച് ആണ് എങ്കിൽ, അല്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്കാണ്. അല്ല എങ്കിൽ എങ്ങനെയാണ് ഇറാന്റെ ആക്രമണം നിർത്തിവെക്കുക? എന്താണ് ഇറാന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇറാൻ എക്കാലത്തും ഒരു ത്രെട്ട് തന്നെയായിരിക്കും. പൂർണ്ണമായി ഡിസാം ചെയ്യാനൊന്നും സാധിക്കില്ല. ആ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് മുജ്തബ ഖുമൈനി നയിക്കുന്ന ആ ഒരു പഴയ ഘടന തന്നെയാണ്. അതിൽ പുതിയ നേതൃത്വം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടാകണം. കോംപ്രിഹെൻസീവ് ഡീലാണ് ഇവിടെ വേണ്ടത്. ഹാഫ് മെഷേഴ്സ് അല്ല. ഇതിനു മുൻപ് ആരൊക്കെയോ സൂചിപ്പിച്ചു, ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി സ്വീകാര്യമാകുന്ന ആത്യന്തികമായി പരിഹാരമുണ്ടാകണം. ഇസ്രായേലിന് സ്വീകാര്യമാകണം. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഫണ്ടമെന്റലായ ഒരു വിഷയമുണ്ട്. ഈ യുദ്ധത്തിലേക്കെല്ലാം കടന്നു വരുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒക്ടോബർ 7, 2023 അത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതാണ്. അത് അന്ന് തുടങ്ങിയ വിഷയമല്ല, ചരിത്രപരമായി അടിഞ്ഞുകൂടിയ ഒരു വിഷയമാണ് പാലസ്തീന്റെ സ്വയം നിർണയ അവകാശം. അതൊരു ഫണ്ടമെന്റൽ വിഷയമായതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഇങ്ങനെ ഗ്രൂപ്പുകളെ, അതായത് അല്ലെങ്കിൽ പ്രോക്സികളെ അണിനിരത്തിക്കൊണ്ട് ഇറാൻ സജ്ജീകരണങ്ങൾ നടത്തിയതാണല്ലോ ഇതിനൊക്കെയുള്ള പ്രകോപനം. അപ്പൊ എല്ലാ യുദ്ധത്തിനും ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. ആ കാറ്റലിസ്റ്റ് ഇങ്ങനെ ഉപയോഗപ്പെടുത്തി പരമാവധി ഫ്ലെയറപ്പ് ചെയ്ത് ഇപ്പോൾ നേരിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ്. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ഡീൽ ഇൻവോൾവ്സ് ദ സൊല്യൂഷൻ ഫോർ പാലസ്റ്റീനിയൻ ഇഷ്യൂ ഓൾസോ. അപ്പൊ അതും ഇത് രണ്ടും വെവ്വേറെ വിഷയങ്ങളാണെന്ന് പറയുമ്പോഴും ഈ യുദ്ധം ആത്യന്തികമായി ഇറാൻ ഒന്ന് അടങ്ങണമെങ്കിൽ, ഇറാന്റെ കലിപ്പ് തീരണമെങ്കിൽ, ഇറാൻ ഒരു വഴിക്ക് വരണമെങ്കിൽ ഇറാനെ അംഗീകരിക്കണം. നിരന്തരം ഡെമോക്രസിന്റെ വാള് പോലെ ഇറാന്റെ മേൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണ ഭീഷണി നിന്നാൽ അത് ശരിയാവില്ല. ഇസ്രായേലിന്റെ മേൽ ഇറാന്റെയും പ്രോക്സികളുടെയും ആക്രമണ ഭീഷണി ഇങ്ങനെ തൂങ്ങി നിന്നാൽ അവിടെ സമാധാനം ഉണ്ടാവില്ല. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒമാൻ, അതുപോലെ UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഇറാഖ്, അതുപോലെ കുവൈറ്റ്, ഈ രാജ്യങ്ങളൊക്കെ തന്നെ സുരക്ഷാ ഭീഷണിയിൽ തന്നെയാണ്. അത് ഇറാനിൽ നിന്ന് വരുന്ന ഭീഷണി, ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഭീഷണി, അതൊക്കെ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ആത്യന്തികമായി അമേരിക്കയ്ക്ക് ആ സ്ഥലത്ത് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ പൂർണ്ണ സമാധാനം ആത്മാർത്ഥമായി അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഒരു പ്രതിയോഗി ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഒരു ത്രെട്ടായി ഇറാനോ ഇസ്രായേലോ
എക്കാലത്തും അവിടെ ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ അമേരിക്കൻ സൈന്യത്തിന്, അമേരിക്കൻ ട്രൂപ്സിന് അവിടെ പ്രസക്തിയുള്ളൂ. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ അങ്ങനെ സാധിക്കൂ. അതുകൊണ്ടാണ് കോംപ്രിഹെൻസീവ് ഡീലിലൂടെ അമേരിക്ക ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ല എന്ന ഉറപ്പുണ്ടാകണം. ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കില്ല എന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ല എന്നും പാലസ്തീൻ എന്ന രാഷ്ട്രം സ്വതന്ത്ര പരമാധിക രാജ്യമായും ഇസ്രായേൽ എന്ന രാജ്യം സ്വതന്ത്ര പരമാധിക രാജ്യമായും കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയണം. ആ രീതിയിലുള്ള സമഗ്രമായ പാക്കേജ് ഉണ്ടായില്ല എങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോ ഒരു യുദ്ധവിരാമം പറഞ്ഞല്ലോ, 2 പ്രാവശ്യം പറഞ്ഞല്ലോ. ട്രംപ് ആദ്യം പറഞ്ഞു 5 ദിവസത്തേക്ക് വെടിനിർത്തൽ, പിന്നീട് പറഞ്ഞു താങ്കൾ അത് വീണ്ടും ഒരു 10 ദിവസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു യുദ്ധവിരാമം ഉണ്ടായില്ല. നിരന്തരം ആക്രമണം ഉണ്ടായി, പ്രത്യാക്രമണം ഉണ്ടായി. അതുകൊണ്ടാണ് നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടത്. അവിടെ അമേരിക്ക ഇവിടെ ഒരു കക്ഷിയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പരിഹാരം വേണമെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി നീഡ്സ് ടു റൈസ് എബവ് എക്സ്പെക്ടേഷൻ. നമ്മുടെ പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ല, അതിനേക്കാൾ മുകളിൽ ചൈനയും റഷ്യയും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇവിടെ സമാധാനത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ഐക്യരാഷ്ട്ര സംഘടന ഒരു പക്ഷേ മോറിബണ്ട് ആൻഡ് മീനിംഗ്ലെസ് അവസ്ഥയിലാണ്. പക്ഷേ മറ്റ് പരിഹാരമായി G20 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഒരു നിലപാടെടുക്കേണ്ടി വരും. എപ്പോഴും അമേരിക്കൻ ലൈൻ ടോ ചെയ്യുന്ന യൂറോപ്യൻ കമ്മ്യൂണിറ്റിക്ക് ഉൾപ്പെടെ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. റഷ്യ ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരും യൂറോപ്യൻ കമ്മ്യൂണിറ്റിക്ക്. തങ്ങൾ യൂറോപ്പിനെ ആക്രമിക്കില്ല, തങ്ങൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നു, പിടിച്ചെടുത്തത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സമഗ്രമായ ഒരു പാക്കേജിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ഒക്കൂ. കാരണം ഇത് കൈവിട്ടു പോയ ഒരു കളിയാണ്. അമേരിക്ക ഇറാനെ ഒരു രാവണൻ കോട്ട. ശരിയാണ്. ഏറ്റവും ഒടുവിൽ ഇറാൻ നൽകിയിരിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. കരയുദ്ധത്തിന് അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും ജീവനോടെ പോവുകയില്ല എന്നാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പായിട്ട് വന്നിരിക്കുന്നത്. ശ്രീ MS വേണുഗോപാൽ, ഇറാന്റെ സൈനിക ശേഷിയെപ്പറ്റി അമേരിക്കൻ ഇന്റലിജൻസ് മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്നുണ്ടോ, അതോ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണോ, അതോ ഇറാന്റെ അവകാശവാദമാണോ ഇത്? ഇറാന്റെ അവകാശവാദം മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാവേറുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. ആ ചാവേറുകൾ ഉള്ളിടത്തോളം കാലം അവർക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് പോകാൻ യാതൊരു വിഷമവുമില്ല. നമുക്കറിയാം, നമ്മളോട് തന്നെ ഒരു ചാവേർ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ ഭാവി കൂടെ നോക്കേണ്ടതുണ്ട്. അവർക്ക് അങ്ങനെ ഇല്ല. അവർക്ക് അപ്പൊ തന്നെ മരിച്ചു വീഴുന്നതിനും തടസ്സമില്ല. നമ്മുടെ കയ്യോ കാലോ ഒക്കെ വെട്ടിക്കൊണ്ട് പോയി അവരെ നമ്മൾ കൊന്നാലും അവർക്ക് പ്രശ്നമില്ല. നമ്മുടെ കൈയും കാലും പെർമനന്റ് ആയിട്ട് പോകുന്ന അവസ്ഥ. ഇത് എല്ലാ യുദ്ധത്തിനും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്ന മഹാഭാരത യുദ്ധത്തിൽ പോലും നമ്മളത് കാണുന്നതാണ്. ഒരു യുദ്ധങ്ങളും ഒരിക്കലും ആരും പൂർണ്ണമായും വിജയിക്കാറില്ല എന്നുള്ളതാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ അവസാനം പറയുന്നത്. കാരണം അങ്ങനെ നമുക്ക് ലോകത്തെ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നോ അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നോ പറഞ്ഞ് ട്രംപിന് ഒരു നിലപാടെടുക്കാൻ തോന്നിയത് തന്നെ വലിയ വിഡ്ഢിത്തരമാണ്, വീക്ഷണമില്ലായ്മയാണ്. അത്തരത്തിൽ ഒരു ലോകത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയും? അതിന് മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്നു, ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു. ഏകാധിപതികളും ദീർഘവീക്ഷണം ഇല്ലാത്തതുമായ ലോക രാഷ്ട്ര നേതാക്കളാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം ഇത്തരത്തിലുള്ള ഏകാധിപതികളും ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്ര നേതാക്കളും വന്ന് ഭവിച്ചിരിക്കുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പരാജയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കാലത്ത് ഡെമോക്രസി ആയിരുന്നു ഏറ്റവും വലിയ നല്ല സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ വന്ന് ഡെമോക്രസിയിൽ വളഞ്ഞ വഴിയിൽ കൂടെ പണച്ചാക്കുകളും രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഏകാധിപതികളും കടന്നു വരുന്ന ഒരു സാഹചര്യം, നമ്മുടെ വോട്ട് പോലും നമുക്ക് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റാത്ത വരുന്ന സാഹചര്യങ്ങളൊക്കെ ലോകത്ത് പലയിടത്തും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കാലക്രമത്തിൽ വരുന്ന വിപത്തുകളാണ് ഇതൊക്കെ. ജനത കുറെ കൂടെ നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നല്ലതായി ചിന്തിക്കുന്ന നേതാക്കളുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങൾ ഒന്നിക്കുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ. ഒരു കാര്യം നന്നായി, കാരണം നാറ്റോ രാഷ്ട്രങ്ങൾ ട്രംപിനെ കണ്ണടച്ച് അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കിർ സ്റ്റാമറിനെ പോലെ ഉള്ളവർ, ഫ്രാൻസിന്റെ പ്രസിഡന്റിനെ പോലെയുള്ളവർ ഇതിനൊക്കെ പൂർണ്ണമായും പിന്തുണ കൊടുക്കാൻ തയ്യാറല്ല എന്ന മട്ടിൽ നിൽക്കുന്നത് ലോകത്തിനൊരു വലിയ ആശ്വാസമാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ളവരുടെ ഒരു കൂട്ടായ്മ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കം വരുന്ന ഒരു കൂട്ടായ്മ, അതിൽ GCC രാഷ്ട്രങ്ങൾക്ക് കൂടി പങ്കാളിയാകേണ്ടി വരും. കാരണം തങ്ങളുടെ നിലനിൽപ്പ് തങ്ങൾക്ക് പ്രശ്നമാണെന്ന് കുറച്ചു ദിവസം കൂടെ പോകുമ്പോൾ ഇപ്പൊ തന്നെ GCC രാഷ്ട്രങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് കുറെ കൂടെ ബോധ്യമാകും. നമ്മൾ ലോകത്ത് ഒരു വലിയ മഹാമാരി വിപത്ത് കോവിഡ് ആയിട്ട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ വക ഒരു മഹാമാരി കൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നതാണ് ഈ യുദ്ധം.
ഇത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി അതിവിപുലമാണ്, അതിരൂക്ഷമാണ്. ഇത് ഉണ്ടാക്കുന്ന ട്രാഫിക് ജാം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് വരെ ഉണ്ടാകാത്ത, നമ്മൾ കോവിഡിന്റെ സമയത്ത് നമുക്കൊരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണെങ്കിൽ ഇത് ട്രംപിന്റെ വികൃതിയായിട്ട് നമുക്ക് കടലിലൂടെയും കരയിലൂടെയും പോലും നമുക്ക് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ. ശരി, ശ്രീ ഐസക് ജോൺ, ഗൾഫിൽ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ടോ? ഈ കോവിഡ് സമയത്തിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്കയുണ്ടോ ഇപ്പോൾ? മനുഷ്യ കോവിഡ് സമയത്ത് ആൾക്കാർക്കുടെ ഉള്ളിൽ ഒരു 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 പിന്നെ ബോധ്യമുണ്ടായിരുന്നു, വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കും എന്നുള്ളത്. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യുദ്ധം തീർന്നാലും തീർന്നില്ലേലും ഇവിടുത്തെ ആ അവസ്ഥ മാറുന്നില്ല. കാരണം ഇവിടുത്തെ ആ ഭീതി, അതായത് യാഥാർത്ഥ്യമായി ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ആ ജനതയും ആ തിയോക്രാറ്റിക് റൂളുള്ള ആ രാജ്യവും അവിടുത്തെ മൈൻഡ് സെറ്റുള്ള, അതായത് UAE-യോടും ഇവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളോടും അതായത് വെറുപ്പിൻ്റെയും വിദ്വേഷവുമായിട്ട് ഇത്രയും നാൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുള്ളിടത്തോളം കാലം ഇവർക്ക് ഇനി പഴയ രീതിയിലേക്ക് പോകാനൊക്കത്തില്ല. മറ്റേ കോവിഡിൻ്റെ സമയത്തുണ്ട് വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറിയാം 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷം നോർമലാകുമെന്ന്. ഇവിടെ അതല്ല, ഈ ഒരു ഭീതി അത് യാഥാർത്ഥ്യമായി. ഇനി ഇത് യാഥാർത്ഥ്യമാണ്. അതായത് ഇത് ഇങ്ങനെ ഒരു കോഎക്സിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഒരു ഭീകര രാഷ്ട്രം അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമായിട്ട് എത്ര നാൾ ഇവർക്ക് പഴയ രീതിയിൽ സമൃദ്ധിയിലും സമാധാനത്തിലും നടക്കാൻ ഒക്കും? ഇപ്പോൾ UAE-യും അല്ലെങ്കിൽ ദുബൈയുടെയൊക്കെ മുഖമുദ്ര, ഹാൾമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഇൻവിൻസിബിൾ ഒയാസിസ് ഓഫ് പീസ്, പ്രോസ്പെറിറ്റി ആൻഡ് സേഫ്റ്റി എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇനി എത്ര നാൾ, ആ ഒരു ഇമേജ് എത്ര നാൾ കഴിയും അത് വീണ്ടെടുക്കാൻ? ഇതാണ് ഇവരെ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ചലഞ്ച്. അതാണ് ഏറ്റവും അവരുടെ, കാരണം ഈ രാജ്യത്തിൻ്റെ പ്രോസ്പെറിറ്റിക്ക് തന്നെ ഇനി അങ്ങോട്ടുള്ള ഭാവിയിലേക്കുള്ളത് നോക്കുകയാണെങ്കിൽ ഇത് ആൾക്കാർ എങ്ങനെ, ഇതാണെങ്കിൽ ലോകത്തിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയ കോടീശ്വരന്മാരുടെയും ബില്യനേഴ്സിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവർ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചോളം ഇതിന് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ തിക്താനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ അത് നീണ്ടു നിൽക്കുന്ന ഒരു റിപ്പർക്കഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ ലോങ് ടേം, ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്, ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇവിടുത്തെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കായാലും ഇവിടുത്തെ നമ്മുടെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പ്രവാസികളുടെ ജോലിയുടെ കാര്യത്തിലൊക്കെയാണെങ്കിൽ അതുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ അതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഇന്നും അവ്യക്തമാണ്. ഇതിനൊരു എൻഡ് ഗെയിം എന്താണെന്നതിനെ കുറിച്ച് ഇറ്റ് ഇസ് ബ്ലർഡ്, ആർക്കും അറിയാൻ വയ്യ. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ പ്രകടമായി തുടങ്ങിയിട്ടുണ്ടല്ലേ ഗൾഫ് മേഖലയിൽ ഇതിന്റെ ഒരു പ്രതിഫലനം പ്രകടമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ ജീവിത രീതിയിൽ. പക്ഷേ അത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ അത് ഇമ്പാക്ട് ചെയ്യാൻ പോവാണ്. നോക്കിയോ, അടുത്ത മാസം കൂടെ കഴിയുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ട്. ഒത്തിരി ആൾക്കാർ തിരിച്ചു വരാൻ, ഇവിടെ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ 1 മാസം കൂടെ ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ സങ്കീർണമായിരിക്കും ഇവിടുത്തെ അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പം മാത്രമല്ല, ലോകത്ത് മൊത്തം ഇപ്പോൾ 1973-ലും 79-ലും ഉണ്ടായിരുന്ന ഒരു ഓയിൽ ഷോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കാലം കൂടുതൽ, അതിൻ്റെ ഡബിള്, അതിന് രണ്ടിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടുള്ള ഓയിൽ ഷോക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില 65-ന്ന് $115 കൂടി ഇത്ര പെട്ടെന്ന് തന്നെ. അതോടൊപ്പം സാധനങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ വിലക്കയറ്റ് തുടങ്ങി കഴിഞ്ഞു. ഗവൺമെൻറ് വളരെയേറെ ശ്രദ്ധാപൂർവം പിന്നെ ഫുഡ് സെക്യൂരിറ്റി പറയുന്നുണ്ട് 6 മാസത്തേക്ക് 8 മാസത്തേക്ക്, പക്ഷേ എങ്കിൽ തന്നെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ടി കൂടുതലൊക്കെ ചില സാധനങ്ങൾക്കൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന് ഒരു എൻഡ് ഗെയിം, അതായത് എപ്പോഴും US-ന് സംഭവിച്ചിട്ടുള്ള എപ്പോഴും എന്താണ്, അവർ പ്രതിയോഗികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. വിയറ്റ്നാമിൽ സംഭവിച്ചതാണ്, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചപ്പോഴാണ്. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം അവർ നീണ്ട യുദ്ധം ചെയ്ത് $2.1 ട്രില്യൺ അവിടെ ചെലവാക്കിയിട്ടും അവരവസാനം സറണ്ടർ ചെയ്തു വന്നു. താലിബാൻ അത് ഏൽപ്പിച്ചിട്ട് വന്നു. ഇറാഖിലും അതാണ് സംഭവിച്ചത്. ഇവിടെ അതേപോലെ തന്നെ US-നെ സംബന്ധിച്ചോളം ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു വിക്ടറി ഒരിക്കലും അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ആണ്. അതാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. അതാണ്. ശരി, ശ്രീ സജിമോൻ ആന്റണി, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ കരുതാനാവുന്നത്. ഇത്രയും നീണ്ടുപോയ ഈ സാഹചര്യം, അതുപോലെ തന്നെ ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാന് മേലുള്ള അമേരിക്ക-ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം.
തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇറാഖ് US എന്ത് മിസ്റ്റേക്കാണ് വിയറ്റ്നാമിൽ ചെയ്തത്, അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത്, ഇറാഖിൽ ചെയ്തത്, അതിന്റെ ഒരു തനിയാവർത്തനമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കാണുന്നത്. വേറൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യാനായിരിക്കുന്നത്, ടാരിഫ് വാർ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പറിച്ചുകൊണ്ടിരുന്നത്. വാർ ഈസ് ടാരിഫ് എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സഡൻ റിയൽ വാർ വന്ന് നൗ ഇറ്റ്സ് ബിക്കമിങ് എൻ എനർജി വാർ എന്നുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയൽ വാറിനകത്ത് ഡിസ്ട്രക്ഷൻ ഓഫ് ഡെത്ത് വരുവാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരു ഡിസ്ട്രക്ഷൻ എനർജിയിലുണ്ടായി. അത് ലോകത്തിൽ ആകമാകാൻ ഈവൻ അമേരിക്ക ഇടുന്ന മൈലുകൾ അക്കരെയാണ് ഇത് ഈ ഇറാനും അല്ലെങ്കിൽ ഇസ്രായേലും നടക്കുന്നത് ലൊക്കേഷന്. എന്നാൽ പോലും അവിടെ നിന്ന് ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ലോകമാകമാനം വ്യാപിപ്പിച്ച് എല്ലാവരെയും ഒരു എനർജി വാറിലൂടെ ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിഫലനം മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നമുക്ക് കാണാം, ചൈനയിൽ കാണാം, US കാണാം, ഈ ഗൾഫ് മേഖലയിലെ ആകമാനം കാണാം. അപ്പൊ ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ലോകത്തില് ഐ തിങ്ക് ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, വേൾഡ് ലൈക്സ് ആൻ അഡൾട്ട് നൗ. ആ ഒരു അഡൾട്ട്, അതിന് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഓരോ കാലഘട്ടത്തിലും ഒരു അഡൾട്ട് ഉണ്ടായിരുന്നു. ആ ഒരു അഡൾട്ട് പറയും, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വേൾഡ് ലൈക്സ് ദാറ്റ് അഡൾട്ട് നൗ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അമേരിക്കയിലെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടുന്ന് കാണിക്കുന്ന മോശമായ കാര്യങ്ങൾ നമ്മളെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? തെറ്റ് ആര് ചെയ്താലും, അത് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്താലും, ഇന്ത്യൻ പ്രസിഡന്റ് ചെയ്താലും, ചൈനീസ് ചെയ്താലും, ഇസ്രായേൽ ചെയ്താലും തെറ്റാണത്. അപ്പം പോകാനുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. എന്നാൽ അവരെയുള്ള മിലിറ്ററി കപ്പാസിറ്റി ഡിമിനിഷ് ചെയ്തിട്ട് ആ ഒരു കില്ലിംഗ് ഒരു വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ആ ഭരണാധികളെ മറിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ ഈ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് തകർത്തു എന്നുള്ള ഇറാന്റെ അവകാശവാദമുണ്ടല്ലോ, അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ റോയിറ്റേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചില അമേരിക്കൻ ഒഫീഷ്യൽസ് തന്നെ ഇക്കാര്യം അങ്ങനെ ഒരു വിമാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് എന്ന രീതിയിൽ പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ അവകാശവാദം ശരിയാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരുമല്ലോ അല്ലേ ശ്രീ സജിമോൻ ആന്റണി? മഞ്ജുഷ, അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഇപ്പം അമേരിക്കയ്ക്ക് ഒരു നഷ്ടവും ഈ യുദ്ധത്തിൽ F-35 36 അല്ലെങ്കിൽ ഷിപ്പുകളോ അങ്ങൊന്നും പോയില്ല എന്ന് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒള്ളി തിങ് റേഷ്യോ ആണ് നോക്കേണ്ടത്. അങ്ങേ സൈഡിൽ 100, 200, 300, 1000 പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും 1, 2, 3 പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും റിപ്പോർട്ട് വരുന്നത് ഡിലേ ആയിട്ടായിരിക്കും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒരു F-35 ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് 100 കണക്കിന് 100 മടങ്ങ് കൂടുതൽ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജുഷ്, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇറാന്റെ സർവനാശം എന്ന ട്രംപിന്റെ പ്രസ്താവനയോട് യോജിപ്പുണ്ടോ? യോജിക്കുന്നവർ 23%, യോജിക്കാത്തവർ 74%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.